നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കേരള ഭൂമിശാസ്ത്രമാണ്. കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് 2024 LDC പരീക്ഷയിലെ എല്ലാ ഘട്ടങ്ങളിലെയും പരീക്ഷാ ചോദ്യങ്ങൾ, 2024 LGS പരീക്ഷയിലെ 4 ഘട്ടങ്ങളിലെയും ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞത്, നമ്മൾ പഠിപ്പിച്ചത്, നമ്മൾ തന്ന PDF നോട്ടിലാണെന്ന വസ്തുതയുടെ അടിസ്ഥാനത്തിൽ, ആ ഒരു കോൺഫിഡൻസിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. ഈ ക്ലാസിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഉറപ്പായും ഈ പറയുന്ന ഈ നോട്ട്സിലുള്ള ഈ പരീക്ഷയിൽ ഉള്ള പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നിങ്ങളുടെ പരീക്ഷയിൽ കാണും എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി പറയുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ പക്ഷി സങ്കേതവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചു വച്ചേക്കുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ 2024-25 ഏത് പരീക്ഷ നിങ്ങൾ എടുത്തോ, അതിനകത്ത് ഒന്നെങ്കിൽ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്ന ടോപ്പിക് കാണും, അല്ലെങ്കിൽ കേരളത്തിലെ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്ന ടോപ്പിക് കാണും, അല്ലെങ്കിൽ കേരളത്തിലെ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് ഉറപ്പായും കാണും. ഈ 3 ടോപ്പിക്ക് മസ്റ്റായും കാണും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും പഠിക്കണം. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ പക്ഷി സങ്കേതവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്നാ ചോദ്യം. ഓപ്ഷൻ എ നോക്കിയേ. കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കുമരകം പക്ഷി സങ്കേതത്തെയാണല്ലോ നമ്മൾ ജോർജ് ആൽഫ്രഡ് ബേക്കർ എന്നറിയപ്പെടുന്ന വ്യക്തി സ്ഥാപിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ സ്ഥാപിച്ചതായതുകൊണ്ടാണ് അതിനെ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിൽ ആദ്യത്തെ റെസ്പോൺസിബിൾ ടൂറിസം പദ്ധതി കുമരകമാണ്. കുമരകവുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും നമ്മൾ ഇപ്പൊ പറയും. അപ്പൊ കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. അത് ശരിയാണ്. ആ പ്രസ്താവന ശരിയാണ്. അപ്പൊ നമ്മൾ അത് പഠിക്കണം. അപ്പൊ കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയെ അറിയപ്പെടുന്ന പേര് ലാൻഡ് ഓഫ് 3L എന്നാണ്. 3 എല്ലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. ലാറ്റക്സ്, ലേക്ക്, ലെറ്റർ. ദെൻ കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണല്ലോ വൈക്കം. വൈക്കം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിന് തീരത്താണ്. കേരളത്തിൽ ആദ്യത്തെ സൗരോർജ ബോട്ടായ ആദിത്യ സ്ഥാപിതമായത് തവണക്കടവ് മുതൽ വൈക്കം വരെയാണെന്ന് ഓർക്കണം. കേരളത്തിൽ ആദ്യത്തെ സൗരോർജ ക്രൂയിസ് ബോട്ടിന്റെ പേര് ഇന്ദ്ര എന്നാണ്. അത് കറണ്ട് അഫെയർ ആണ്, അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്ന മലനിര ബ്രഹ്മഗിരി മലനിരയാണ്. പക്ഷി പാതാളം വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പക്ഷി പാതാളം. പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്ന മലനിര ബ്രഹ്മഗിരി മലനിരയാണ്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാ. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശമാണ് തട്ടേക്കാട്. പ്രധാനപ്പെട്ട ഒരു പക്ഷി സംരക്ഷണ കേന്ദ്രമാണല്ലോ തട്ടേക്കാട്. അപ്പൊ കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏതാണ്? അത് തട്ടേക്കാടാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാ. അപ്പൊ എ ഓപ്ഷൻ ശരിയാണ്, അല്ലെങ്കിൽ എ പ്രസ്താവന ശരിയാണ്, ബി പ്രസ്താവന ശരിയാണ്, സി പ്രസ്താവനയും ശരിയാ. അപ്പൊ അതുകൊണ്ട് ഡി പ്രസ്താവന തെറ്റാണ് എന്ന് കരുതരുത്. ഡിയും കൂടെ ഒന്ന് വായിക്കുക. ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കുടയത്തൂർ ആണ് എന്നാണ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഉത്തരമായിട്ട് വരേണ്ടത് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് എവിടെയല്ല, കുടയത്തൂരല്ല, കോതമംഗലം താലൂക്കാണ്. ഈ പറയുന്ന തട്ടേക്കാടിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. 1983 സ്ഥാപിതമായത്. അതൊക്കെ നമ്മൾ വരും ക്ലാസ്സിൽ പറഞ്ഞോളാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞോളാം. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്: തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതല്ല? കുടയത്തൂർ താലൂക്കല്ല. താലൂക്ക് ഏതാണ്? കോതമംഗലം താലൂക്കാണ്. അപ്പൊ കേരളത്തിൽ നിലവിൽ നമുക്ക് വേണ്ട കുടയത്തൂർ എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമമാണ്. കുടയത്തൂർ എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമമാണ്, ഒരു താലൂക്കല്ല. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് എവിടെയാണ്? അത് കോതമംഗലമാണ്. ഇനി അപ്പൊ നമുക്ക് ഈ പറയുന്ന തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട പോയിന്റ് വേണമല്ലോ. ഒന്നാമത്തെ വസ്തുത, സലീം അലിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷി നിരീക്ഷകനാണ് അദ്ദേഹം. പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏതാണ്? അത് തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രമാണ്. ഇപ്പൊ തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്ന വർഷം 1983 ഏത് ജില്ലയിലാ സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലാ സ്ഥിതി ചെയ്യുന്നത്. ഋഷിനാഗകുളം എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് എറണാകുളം. ആ എറണാകുളം ജില്ലയിൽ 1983, മറക്കല്ലേ, 1983 തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥാപിതമാകുന്നത്. ആരുടെ പേരിൽ? ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ഇത്.
തട്ടേക്കാട്. ഇനി കെ നീലകണ്ഠൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വമാണല്ലോ കെ നീലകണ്ഠൻ. കെ നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏതാണ്? അത് ചൂലന്നൂരാണ്. ചൂലന്നൂർ അല്ലെങ്കിൽ ചൂലന്നൂർ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. കരിമ്പനകളുടെ നാടെന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂർ പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കെ നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാ ചോദ്യം? കേരളത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മഴക്കാട് സൈലന്റ് വാലി ആണെന്ന വസ്തുത ഓർത്തു വെക്കണം. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം, മറക്കല്ലേ, ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? അത് മംഗളവനമാണ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാ? കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സംരക്ഷണ കേന്ദ്രം അത് മംഗളവനമാണെന്ന് ഓർക്കണം. മംഗളവനം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. മംഗളവനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. കേരള ഹൈക്കോടതിയുടെ ഈ പറഞ്ഞ കോടതി സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം മംഗളവനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഈ പറയുന്ന മംഗളവനം എന്നറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം ഒരു വന്യജീവി സങ്കേതം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ചോദിച്ചാലും കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ചോദിച്ചാലും ഉത്തരം ഏത് തന്നെ? ഈ പറഞ്ഞ മംഗളവനം തന്നെയാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നതും ആരെ തന്നെയാണ്? മംഗളവനം പക്ഷി സങ്കേതത്തെ തന്നെയാണെന്ന് ഓർത്തു വെക്കണം. മംഗളവനം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണെന്ന് ഓർക്കണം. ഇനി അവിടെ രണ്ട് പ്രധാനപ്പെട്ട ജീവികളെ ഒന്ന് ഓർത്തു വെക്കണം. കടവാവൽ, കടുവ ചിലന്തി. മറക്കല്ലേ, കടവാവലുകൾക്കും കടുവ ചിലന്തികൾക്കും പേര് കേട്ട കേരളത്തിലെ പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏതാണ്? അത് മംഗളവനമാണ്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്, മറക്കല്ലേ, കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം ഏത് തന്നെ? ഈ പറയുന്ന മംഗളവനം തന്നെ. അപ്പൊ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൽക്കാടുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കണ്ടന്റ് പഠിക്കും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള പ്രദേശം പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റയാണ്. സുന്ദരി കണ്ടൽക്കാടുകൾക്ക് പ്രസിദ്ധമായ പ്രദേശമാണ് സുന്ദർബൻ ഡെൽറ്റ എന്ന് പഠിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ജില്ല കണ്ണൂർ ജില്ലയാണെന്ന് നിങ്ങൾ പഠിക്കും. കേരളത്തിലെ കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകന്റെ പേരാണ് കല്ലൻ പൊക്കുടൻ. അടിവരച്ചേക്കണം, കല്ലൻ പൊക്കുടൻ. ഉറപ്പായും ചോദിക്കും. കല്ലൻ പൊക്കുടനെ പറ്റി ചോദിക്കും, കരിന്തണ്ടനെ പറ്റി ചോദിക്കും, കൊലുമ്പൻ മൂപ്പനെ പറ്റി ചോദിക്കും, പി.കെ. കാളൻ. ഈ 4 വ്യക്തികളെ പറ്റി ഉറപ്പായും ചോദിച്ചിരിക്കും. ആരൊക്കെയാ? പി.കെ. കാളനെ പറ്റി ചോദിക്കും, കരിന്തണ്ടനെ പറ്റി ചോദിക്കും, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൊലുമ്പൻ മൂപ്പനുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കും, പി.കെ. കാളനുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കും. അപ്പൊ ഇനി ഈ പറയുന്ന വ്യക്തികൾക്കെല്ലാം പ്രത്യേകത ഉണ്ടല്ലോ. ഈ പറയുന്ന കൊലുമ്പൻ മൂപ്പന്റെ പ്രത്യേകത എന്താണ്? കരിന്തണ്ടന്റെ പ്രത്യേകത എന്താണ്? പി.കെ. കാളന്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നതിന് മുമ്പേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയുടെ പേരാണല്ലോ കല്ലൻ പൊക്കുടൻ. ഈ കല്ലൻ പൊക്കുടന്റെ 2 പ്രധാനപ്പെട്ട കൃതികൾ ഒന്ന് ഓർത്തു വെക്കണം. ഒന്ന് ആത്മകഥ, കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്ന കൃതി അല്ലെങ്കിൽ എന്ന പുസ്തകം എന്ന ആത്മകഥ എഴുതിയത് കല്ലൻ പൊക്കുടനാണ്. ചൂട്ടാച്ചി, പ്രീവിയസ് ചോദ്യമാണ്. ചൂട്ടാച്ചി എന്ന കൃതി എഴുതിയത് ആര് തന്നെ? കല്ലൻ പൊക്കുടനാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് വരുന്നു. കരിന്തണ്ടൻ എന്തുമായി ബന്ധപ്പെട്ടതാ? കരിന്തണ്ടൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കരിന്തണ്ടന്റെ പ്രത്യേകത താമരശ്ശേരി ചുരവുമായി ബന്ധപ്പെട്ട ആദിവാസി നേതാവിന്റെ പേരാണ് കരിന്തണ്ടൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. കരിന്തണ്ടൻ പാസ് എന്ന് പറഞ്ഞാൽ താമരശ്ശേരി ചുരത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കരിന്തണ്ടൻ ചുരം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതുണ്ട് കൊലുമ്പൻ മൂപ്പൻ. കൊലുമ്പൻ മൂപ്പൻ എന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാമുമായി ബന്ധപ്പെട്ട വ്യക്തിത്വത്തിന്റെ പേരാണ് എന്ത്? കൊലുമ്പൻ മൂപ്പൻ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് പി.കെ. കാളൻ. ഗദ്ദികയുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയുടെ പേരാണ് പി.കെ. കാളൻ. അങ്ങനത്തുള്ള വ്യക്തികളെ, ഈ 4 പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. സ്കൂൾ ടെക്സ്റ്റ് കണ്ടന്റ് ആണ്. ഉറപ്പായും ചോദ്യ സാധ്യത കൂടുതലാണ്. അപ്പൊ കെ നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്നത് ചൂലന്നൂരും കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? അത് മംഗളവന. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ്, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടെക്സ്റ്റ് ആയിക്കോട്ടെ, അത് എ മുതൽ ഇസഡ് വരെയുള്ള റാങ്ക് ഫയൽ ആയിക്കോട്ടെ, എ മുതൽ ഇസഡ് വരെയുള്ള PYQ ആയിക്കോട്ടെ, SCERT സ്കൂൾ ടെക്സ്റ്റ് ആയിക്കോട്ടെ, NCERT സ്കൂൾ ടെക്സ്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ട് ആയിക്കോട്ടെ, ഈ ക്ലാസ്സിനോടൊപ്പം ആ നോട്ടും കൂടെ വായിച്ചു പോവുക, എന്നിട്ട് പരീക്ഷയ്ക്ക് പോവുക. അതല്ലാതെ ഇത് മാത്രമേ പഠിക്കാവൂ, ഇത് മാത്രമേ വരൂ എന്നല്ല പറയുന്നേ. നിങ്ങൾ വായിക്കുന്ന ടെക്സ്റ്റിൽ കാണുന്നത്, നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന, കഷ്ടപ്പെട്ട് നിങ്ങൾ മെനക്കെട്ട് കുത്തിയിരുന്ന് എഴുതി വെച്ചേക്കുന്ന നോട്ട്സിൽ കാണും ഈ പറഞ്ഞ കണ്ടന്റുകളെല്ലാം. അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഈ കൂട്ടായ്മ ശ്രമിക്കുന്നുള്ളൂ. അപ്പൊ കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? അത് മംഗളവനമാണ്. അതൊന്ന് ഓർത്തു വെക്കണേ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന
ഏത് എന്നാണ് ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കിയേ, പാതിരാ കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം കുമരകമാണ്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനമാണ്. നമ്മൾ ഇതിപ്പോൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഓപ്ഷൻ സി, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം പക്ഷി സങ്കേതമാണ്. ഓപ്ഷൻ ഡി, പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. ഇതിൽ എ ആണോ തെറ്റായ പ്രസ്താവന, ബി ആണോ തെറ്റായ പ്രസ്താവന, സി ആണോ തെറ്റായ പ്രസ്താവന, ഡി ആണോ തെറ്റായ പ്രസ്താവന എന്ന് നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്തേ. ഒന്നുമില്ല, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ആ വസ്തുതകളൊക്കെ നമ്മുടെ മനസ്സിൽ ഒന്ന് റിവൈസ് ചെയ്യണമല്ലോ. ഒന്ന്, പാതിരാ കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? അത് കുമരകമാണ്. കുമരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. ഈ കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത് ജോർജ് ആൽഫ്രഡ് ബേക്കർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ജോർജ് ആൽഫ്രഡ് ബേക്കർ എന്നറിയപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ഇതിനെ ബേക്കറിന്റെ എസ്റ്റേറ്റ്, ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബേക്കറിന്റെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നാണ്. ഇനി ഈ കുമരകം പക്ഷി സംരക്ഷണ കേന്ദ്രത്തിൽ കൂടി ഒഴുകുന്ന നദിയുടെ പേര് അത് കവനാറാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കവനാറാണ്. അതൊന്ന് ഓർത്തു നോക്കുക. കേരളത്തിൽ ആദ്യത്തെ റെസ്പോൺസിബിൾ ടൂറിസം പദ്ധതി സ്ഥാപിതമായത് അത് കുമരകത്താണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പദ്ധതി എവിടെയാ? കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പദ്ധതി അത് മൺട്രോത്തുരുത്തിലാണ്. മറക്കരുത്. അപ്പൊ അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യമുണ്ട്. കേരളത്തിൽ ആദ്യത്തെ ടൂറിസം ഗ്രാമം എന്നറിയപ്പെടുന്നത് കുമ്പളങ്ങിയാണ്. അത് എറണാകുളം ജില്ലയിലാണ്. അപ്പൊ എന്റെ കുമ്പളങ്ങി എന്നറിയപ്പെടുന്ന ഒരു പുസ്തകം ഉണ്ടല്ലോ. എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് KV തോമസ് ആണ്. അങ്ങനെ നമ്മൾ ചേഞ്ച് പോലെ പറഞ്ഞ് പഠിച്ചു പോകാൻ പറ്റും. അപ്പൊ നമുക്ക് വേണ്ട ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനമാണ്. ഇപ്പൊ പഠിപ്പിച്ചതേ ഉള്ളൂ. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സംരക്ഷണ കേന്ദ്രം മംഗളവനമാണ്. ദെൻ മംഗളവനത്ത് പ്രധാനമായിട്ടും സംരക്ഷിക്കുന്ന പ്രധാനപ്പെട്ട 2 ജീവജാലങ്ങൾ, ഒന്ന് കടവാവൽ, മറ്റൊന്ന് കടുവ ചിലന്തി. ദെൻ ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം പക്ഷി സങ്കേതമാണ്. ശരിയാണ്. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ മംഗളവനമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആരെ തന്നെ? മംഗളവനം പക്ഷി സങ്കേതത്തെ തന്നെയാണ്. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയല്ല. തെറ്റ്. പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? അത് വയനാട് ജില്ലയിലാണ്. വയൽനാട് എന്നറിയപ്പെട്ട കേരളത്തിലെ ജില്ല വയനാടാണല്ലോ. കേരളത്തിലെ ആഫ്രിക്ക എന്നറിയപ്പെട്ട കേരളത്തിലെ ജില്ല വയനാടാണല്ലോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല വയനാട് ജില്ലയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വയൽനാട് എന്നറിയപ്പെടുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി സ്വർണ്ണ ഖനനം ആരംഭിച്ച സ്ഥലം ഏതാണ്? ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് സ്വർണ്ണ ഖനനം ആരംഭിച്ച ജില്ല ചോദിച്ചാൽ അത് വയനാടാണ്. ഈ വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലും നടത്തിയ ഒരു പ്രധാനപ്പെട്ട അടിമ വ്യവസ്ഥയുണ്ട്. ആ അടിമ വ്യവസ്ഥയുടെ പേര് വല്ലിപ്പണി എന്ന. ഈ വല്ലിപ്പണിക്കെതിരെ സമരം നടത്തിയ വ്യക്തിയുടെ പേരാണ് AK ഗോപാലൻ. 1961. അങ്ങനെ ഓരോ GKയും നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ റിവൈസ് ചെയ്ത് വരണം. അപ്പൊ ഓപ്ഷൻ എ ശരിയാണ്, ഓപ്ഷൻ ബി ശരിയാണ്, ഓപ്ഷൻ സി ശരിയാണ്, ഓപ്ഷൻ ഡി തെറ്റാണ്. എങ്ങനെയാ തെറ്റിദ്ധരുത്തുന്നത്? പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയെല്ലാം? ഇടുക്കി ജില്ലയല്ല, വയനാട് ജില്ലയാണ്. പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്ന മലനിര ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏതാണ്? അത് ബ്രഹ്മഗിരി മലനിരയാണ്. ചിത്രകൂടം പക്ഷികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ചിത്രകൂടൻ പക്ഷികൾ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന കേരളത്തിലെ ഒരു പക്ഷി സങ്കേതം കൂടിയാണ് ഈ പറയുന്ന പക്ഷി പാതാളം എന്ന് ഓർത്തു വെക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഉത്തരം ഡി, ഓപ്ഷൻ ഡി ആണ്. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയല്ല? ഇടുക്കിയല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തിരുത്തി പഠിക്കുമ്പോൾ വയനാടാണ്. ഈ ചിത്രകൂടൻ പക്ഷികൾ കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണല്ലോ പക്ഷിപാതാളം. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള കേരള PSC ചോദ്യം എന്ന് പറഞ്ഞാൽ ഓരോ പക്ഷി സങ്കേതവും അത് സ്ഥിതി ചെയ്യുന്ന ജില്ലയും ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ വസ്തുത, കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല നമ്മൾ നേരത്തെ പഠിപ്പിച്ചു, കോട്ടയം ജില്ലയാണ്. ഈ കുമരകത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകമാണ്. പാതിരാ കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കുമരകമാണ്. കുമരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. കുമരകം പക്ഷി സങ്കേതത്തിൽ കൂടി ഒഴുകുന്ന നദിയുടെ പേര് കവനാർ എന്നാണ്. അതിന്റെ ശില്പി ആര്? ഈ കുമരകത്തിന്റെ ശില്പി ജോർജ് ആൽഫ്രഡ് ബേക്കർ ആയതുകൊണ്ടാണ് അതിനെ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്താണെന്നറിയാവോ? ഈ കുമരകവുമായി ബന്ധപ്പെട്ട് ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ്, മറക്കല്ലേ, ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം കുമരകമാണ്. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷി സങ്കേതം അത് കുമരകമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് മറക്കരുത്. ഇനി ഈ പറഞ്ഞ കുമരകം എന്നറിയപ്പെടുന്ന സ്ഥലമുണ്ടല്ലോ, കുമരകത്തിനും തണ്ണീർമുക്കം തണ്ണീർമുക്കം പണ്ടൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്നൊരു ദ്വീപുണ്ട്. ആ ദ്വീപിന്റെ പേര്
പാതിരാമണൽ ദ്വീപ് എന്ന വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപാണ് എന്തിനൊക്കെ ഈ പറഞ്ഞ കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ഏത്? പാതിരാമണൽ ദ്വീപ്. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഈ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യനാക്കിയ ഭരണാധികാരിയുടെ പേരെന്തോ? ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഈ പറയുന്ന പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യനാക്കിയ ഭരണാധികാരിയുടെ പേര് വേലുത്തമ്പി ദളവയെന്നല്ലയോ? വേലുത്തമ്പി ദളവയെ പറ്റി പഠിച്ചപ്പോൾ 5 പോയിന്റ് എന്ന് പറഞ്ഞ് വ്യക്തമായി പഠിച്ചതാ. ചങ്ങനാശ്ശേരി തലയോലപ്പറമ്പ് ആലങ്ങാട് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ആഴ്ചച്ചന്ത എന്നറിയപ്പെടുന്ന സംവിധാനം സ്ഥാപിച്ചു. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി ആരംഭിച്ചു. തിരുവിതാംകൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി ആരംഭിച്ചു. നാട്ടുകൂട്ടമിളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതാവ് എന്ന് പറഞ്ഞൊക്കെ മാരത്തോൺ മെഗാ റിവിഷനിൽ കേരള ചരിത്രത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് കാണാത്തവർ അതുകൂടി കണ്ടുപോവുക. അപ്പൊ കുമരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് കോട്ടയം ജില്ലയിലാണ്. ചൂലന്നൂർ സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. കേരളത്തിലെ കരിമ്പനകളുടെ നാടെന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലയായ പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂർ പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ചോദിച്ചാൽ അത് പുനലൂരാണ്. ജലനഗരം ജലനഗരം എന്നറിയപ്പെടുന്ന നഗരം പുനലൂരാണ്. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്നത് പുനലൂരാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണേ. അടുത്ത് നോക്കിയ മംഗളവനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? എറണാകുളമാണ്. ഏറ്റവും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കടലുണ്ടി പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അത് മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദെൻ അരിപ്പ എന്നറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അത് എറണാകുളം ജില്ലയിലാണ്. ഇത്രയും ജില്ലകളും ഈ പറഞ്ഞ പക്ഷി സംരക്ഷണ കേന്ദ്രങ്ങളും ഒന്ന് ഓർത്തു വെക്കുക. ഇതിന്റെ റിലേറ്റഡ് ഫാക്ട് ഉറപ്പായും നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ അത് ഫസ്റ്റ് പ്രിലിംസ് ആയിക്കോട്ടെ സെക്കൻഡ് പ്രിലിംസ് ആയിക്കോട്ടെ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കേരള ജോഗ്രഫി എന്നറിയപ്പെടുന്ന ടോപ്പിക്കിൽ ഉറപ്പായും പഠിക്കണം. ഈ പറഞ്ഞ വന്യജീവി സങ്കേതങ്ങൾ പഠിക്കണം, ദേശീയോദ്യാനം പഠിക്കണം, സസ്യപ്രകൃതി പഠിക്കണം, വനങ്ങളും വനവിഭവങ്ങളും എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് പഠിക്കണം, മത്സ്യബന്ധനം എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് പഠിക്കണം. ഇനി ഒരു കാര്യം കൂടെ പറയുന്നു. ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഫസ്റ്റ് പ്രിലിംസ് ഉള്ളവർ കാണും. ഫസ്റ്റ് പ്രിലിംസ് ഉള്ളവർ ചെയ്യേണ്ടത് ഈ പറയുന്ന PSC ഇൻഫ്ലുവൻസർ ടെലഗ്രാം കൂട്ടായ്മയിൽ ഏകദേശം 300+ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമുള്ള കേരള ഭൂമിശാസ്ത്രത്തിന്റെ, വീണ്ടും ആവർത്തിക്കുന്നു, കേരള നവോത്ഥാനത്തിന്റെ ഒരു പ്രിന്റ് കൊടുത്തേപ്പോണ്ട്. അതല്ല, കേരള ഭൂമിശാസ്ത്രത്തിന്റെ പ്രസ്താവന ചോദ്യങ്ങൾ 300 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമുള്ള പ്രസ്താവന ചോദ്യങ്ങൾ നിങ്ങൾ ആ PDF ഒന്ന് കളക്ട് ചെയ്ത് പഠിക്കണം. കാരണം എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ അത് നിങ്ങൾക്ക് 100% ഗുണകരമാകും. മുഴുവൻ മാർക്കും നിങ്ങൾക്ക് പറഞ്ഞല്ലോ, നമ്മൾ ഈ ചെയ്ത വർക്കിന് തുല്യമായി മുകളിലിരിക്കുന്ന ഒരു ശക്തി അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ബ്ലസ് ചെയ്യുകയാണെങ്കിൽ ആ 10ൽ 10 ചോദ്യവും നിങ്ങൾക്ക് ഈ 300+ PDF നോട്ടിൽ നിന്ന് ഉറപ്പായും കിട്ടും. അപ്പൊ ചെയ്യേണ്ടത് ഈ ക്ലാസ് കാണുക, ക്ലാസ് കണ്ടതിന് ശേഷം ഇതിന്റെ നോട്ട്സ് വായിക്കുക, നോട്ട്സ് വായിച്ചതിന് ശേഷം ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് 300+ സ്റ്റേറ്റ്മെന്റ് കണ്ടന്റ് ഉള്ള കേരള ജോഗ്രഫിയുടെ 300+ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു വലിയ PDF കൊടുത്തപ്പോണ്ട് അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രിന്റ് ഒന്നും എടുത്ത് വെക്കണ്ട. കാരണം നിങ്ങൾ പ്രിന്റ് എടുത്ത് ഒരു പരുവായി ഓരോ പരീക്ഷ കഴിയും തോറും എത്രമാത്രം പ്രിന്റാ നിങ്ങൾ എടുത്തു വെക്കുന്നത്. ആ PDF ഒന്ന് നോക്കുക, PDF ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചിട്ട് കിട്ടാത്ത ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബുക്കിലേക്ക് നിങ്ങൾ എഴുതുന്ന റഫ് പേപ്പറിലോട്ട് ഒന്ന് എഴുതി വെക്കുക. അത് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുക, സെറ്റ് ആവും. അതല്ലാതെ ആ PPT അല്ലെങ്കിൽ PDF പ്രിന്റ് എടുക്കാൻ നോക്കരുത്. കാരണം പ്രിന്റ് എടുത്താൽ കണ്ടമാനം പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെലവാകും. അതിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. ഈ പറയുന്ന PDF എന്ത് ചെയ്യുക, ഒരു തവണയൊന്ന് വായിക്കുക, കിട്ടാത്ത പോയിന്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി, തീർന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിലെ പക്ഷി സംരക്ഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനി നമുക്ക് വേണ്ടത് കേരളത്തിന്റെ ഭൂപ്രകൃതി എന്നറിയപ്പെടുന്ന ടോപ്പിക്കിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്ര ആയി തരംതിരിക്കുന്നു? ഇതാണ് ചോദ്യം. നമ്മൾ അതെന്ത് ചെയ്തു, ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുക. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3 ആയിട്ടാണ് തരംതിരിക്കുന്നത്: മലനാട്, ഇടനാട്, തീരപ്രദേശം. അത് തർക്കമില്ലല്ലോ. അപ്പൊ മലനാട് എത്ര ശതമാനമാണ്? കേരളത്തിന് 48% മലനാട്, 42% ഇടനാട്, 10% എന്ത്, തീരപ്രദേശം. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏതാ? അത് മലനാട്. ഏറ്റവും ചെറിയ ഭൂപ്രകൃതി വിഭാഗം ഏതാ? അത് തീരപ്രദേശം. ഇനി നോക്കണേ, ഭൂപ്രകൃതി അനുസരിച്ച് 3 ഭാഗങ്ങളായിട്ടാണല്ലോ തരംതിരിക്കുന്നത്. അതിൽ കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഒരു ഭൂപ്രകൃതി വിഭാഗം എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ മലനാടെന്ന് വരും, ഇടനാടെന്ന് കൊടുക്കും,
തീരപ്രദേശം എന്ന് കൊടുക്കും, ഓപ്ഷൻ ഡിയിൽ മരുപ്രദേശം എന്ന് കൊടുക്കും. അപ്പം മരുപ്രദേശമാണ് എന്താകേണ്ടത്? സമുദ്രനിരപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഒരു ഭൂപ്രകൃതി വിഭാഗം എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? അത് മരുപ്രദേശമാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശമാണ് മലനാട്. ശരിയാണ്, സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ ഉയരം. അപ്പൊ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് മലനാടിന് ഒരു ഉയരമുണ്ട്, ഇടനാടിന് മറ്റൊരു ഉയരമാണ്. എന്ന് വെച്ചാൽ 75 മീറ്ററിൽ താഴെ 7.5 മീറ്റർ വരെയാണ് ഇടനാടുള്ളത്. ഇനി തീരപ്രദേശം എന്ന് പറഞ്ഞാൽ 7.5 മീറ്റർ ഉയരം വരെയുള്ള, എന്ന് വെച്ചാൽ അതിൽ താഴെ എത്ര വേണമെങ്കിലും ആകാം. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വരും, ഈ പറഞ്ഞ 0 ആണല്ലോ നമ്മൾ പറയുന്ന സമുദ്രനിരപ്പ്. ആ സമുദ്രനിരപ്പിൽ നിന്ന് 0 മുതൽ 0 മീറ്റർ മുതൽ, അതായത് 1 മുതൽ എന്ന് കൂട്ടിക്കൂ, 0 മുതൽ എന്ന് വേണമെങ്കിൽ പറയാം, 0 മുതൽ 7.5 മീറ്റർ വരെയുള്ള ഭൂപ്രകൃതി വിഭാഗമാണേത്? തീരപ്രദേശം. then 7.5 മുതൽ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള ഭൂപ്രദേശത്തെ അറിയപ്പെടുന്ന പേരാണ് ഇടനാട്. 75 മീറ്ററിൽ മുകളിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശമാണേത്? മലനാട് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ചോദ്യം ചോദിക്കും. ചോദ്യം ഇതാണ്, വേറെ ഒന്നുമില്ല. ഈ പറയുന്ന സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം കേരളത്തിലുണ്ട്. സമുദ്രനിരപ്പ് 0 ആണെങ്കിൽ അതിൽ നിന്നും താഴെ നെൽകൃഷി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട് എന്ന് പറയും. കൊട്ടനോറ എന്നാണ് പഴയ കാലത്ത് അറിയപ്പെട്ടത്. കേരളത്തിന്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാടാണെന്ന് പഠിക്കുന്നത് പോലെ തന്നെ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണെന്ന് നമ്മൾ പഠിക്കും. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശത്തിന്റെ പേരാണ് എന്ത്? മലനാട് എന്ന് പറയുന്നത്. അടുത്തത് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ പറഞ്ഞ മലനാട് നമ്മൾ പഠിച്ചു, ഇടനാട് നമ്മൾ പഠിച്ചു, തീരപ്രദേശം നമ്മൾ പഠിച്ചു. ഇനി വനങ്ങൾ ഏറ്റവും കൂടുതൽ, ഇനി ചില കോമൺ സെൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ചില ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, വേറെ ഒന്നുമില്ല. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന കേരളത്തിലെ ഭൂവിഭാഗം ഏതാണ്? നിങ്ങൾ തന്നെ പറഞ്ഞേ. പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരയാണല്ലോ നമ്മൾ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാകുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാ? അത് മലനാട്. അതിനകത്ത് വേറെ ഒരു തർക്കവും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, മലപ്രദേശം അല്ലെങ്കിൽ മലനാട് എന്ന പ്രദേശം ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ജില്ല ഏതാണ്? വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മലനാട് പ്രദേശം ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ജില്ല ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് ആലപ്പുഴയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ എല്ലാ നദികളുടെയും പ്രധാനപ്പെട്ട ഉത്ഭവ പ്രദേശം എന്ന് പറഞ്ഞാൽ മലനാടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മലനാടിന്റെ ശരാശരി ഉയരമെന്ന് പറയുന്നത് അത് 900 മീറ്ററാണ്. മലനാടിന്റെ ശരാശരി ഉയരം എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 900 മീറ്റർ ആണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ദെൻ കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയുടെ പേരാണ് ആനമുടി. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം ചോദിച്ചാൽ 2695 മീറ്റർ ആണ്. അത് എത്ര ഫീറ്റ് ആണെന്ന് ചോദിച്ചാൽ 8842 ഫീറ്റ് ആണ്. എന്ത്? കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം ചോദിച്ചാൽ 2695 മീറ്ററും അത് എത്ര അടിയാണെന്ന് ചോദിച്ചാൽ അത് 8842 അടിയുമാണ്. മറക്കരുത്. ഈ ആനമുടിയെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഇതെല്ലാം മുൻകാല വർഷ ചോദ്യമല്ലയോ? പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണല്ലോ ആനമുടി. നമുക്കറിയാവുന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ അത് ആനമുടിയാണ്. ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം, ഇടുക്കി ജില്ലയിലെ ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ആനമുടിയുടെ ഉയരം ആദ്യമായിട്ട് രേഖപ്പെടുത്തിയ വ്യക്തിയുടെ പേരെന്താ? അത് ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ ആണ്. ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ 1862 ആനമുടിയുടെ ഉയരം ആദ്യമായി അളക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ദേവികുളമാണോ? അല്ല, മൂന്നാർ പഞ്ചായത്താണ്. പഞ്ചായത്ത് താലൂക്കാണ് ഏത്? ദേവികുളം താലൂക്ക്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആനമുടിയുമായി ബന്ധപ്പെട്ട് പളനിമല, ആനമല തുടങ്ങിയിട്ടുള്ള കണ്ടന്റുകളെല്ലാം നിങ്ങളൊന്ന് വായിച്ചു വെച്ചേക്കണം. അത് പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് എന്ന് പറയുന്ന ചോദ്യം ഒന്ന് ഓർത്തു വെക്കുക. പശ്ചിമഘട്ടം നമ്മൾ നേരത്തെ പറഞ്ഞു, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ,
കർണാടക, കേരളം, തമിഴ്നാട് അങ്ങനെ 6 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മലനിരയാണല്ലോ പശ്ചിമഘട്ടം. ഈ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരത്തിന്റെ പേര് പാലക്കാട് ചുരമെന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ പാലക്കാട് ചുരത്തിന് ഒരു വീതിയുണ്ട്. പാലക്കാട് ചുരം കേരളത്തിലെ കാലാവസ്ഥയ്ക്കും തമിഴ്നാട്ടിലെ കാലാവസ്ഥയിലും നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു ഭൂപ്രകൃതി സവിശേഷതയാണെന്ന കാര്യം നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. പാലക്കാട് ചുരത്തിൽ കൂടി ഒഴുകുന്ന നദി ഓർത്തു വെക്കണം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാ. പാലക്കാട് ചുരത്തിലൂടെയുള്ള ദേശീയപാത ഉൾപ്പെടെയുള്ള കണ്ടന്റ് നമ്മൾ ഉറപ്പായും പഠിച്ചെങ്കിൽ അതിനകത്തുനിന്ന് ഒരു മാർക്ക് കിട്ടും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിക്കുക, പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങൾ ഉണ്ടെന്നൊരു ചോദ്യമുണ്ട്. പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങളുണ്ട്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണെന്ന് നമ്മൾക്ക് അറിയാമല്ലോ. അപ്പൊ പാലക്കാട് ചുരം ഒരു ചുരമാണ്, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. അപ്പൊ എത്ര ചുരങ്ങൾ ഈ പശ്ചിമഘട്ടത്തിൽ ഉണ്ടെന്ന് നമ്മൾ പഠിക്കണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പറയുന്ന പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട ബേസിക് PYQ ആണ്. ഒന്നുമില്ല, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരയുടെ പേരാണെന്ത്? പശ്ചിമഘട്ടം. അപ്പൊ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ, പൂർവ്വഘട്ടം എന്തുവാ? പൂർവ്വഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത്, മറക്കല്ലേ, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് എന്ന് വെച്ചാൽ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് 2 മലനിരയുണ്ട്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ പശ്ചിമം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്, പൂർവ്വം എന്ന് പറഞ്ഞാൽ കിഴക്ക. ഈ പശ്ചിമഘട്ടം കേരളത്തിന്റെ എവിടായി പോയെന്നേ ഉള്ളൂ. പശ്ചിമഘട്ടം കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായി പോയെന്നേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ആര്? പശ്ചിമഘട്ടം ഉള്ളത് എന്ന് വസ്തുത മറക്കരുത്. അപ്പൊ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തൊരു മലനിരയുണ്ട്, അതിന്റെ പേര് പൂർവ്വഘട്ടമെന്നാണ്. കിഴക്കെന്ന് പറഞ്ഞാൽ പൂർവ്വമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പൂർവ്വഘട്ടം തുടങ്ങുന്നത് അല്ലെങ്കിൽ അവസാനിക്കുന്നത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുന്ദർബൻ ഡെൽറ്റ. പശ്ചിമ ബംഗാളിലെ സുന്ദരി കണ്ടൽ കാടുകൾക്ക് പ്രസിദ്ധമായ സുന്ദർബൻ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നതെന്ന് പറയരുത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ നീലഗിരി വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിര പോലെ സുന്ദർബൻ ഡെൽറ്റ മുതൽ പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ മുതൽ എവിടെ വരെ? തമിഴ്നാട്ടിലെ നീലഗിരി വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരയുടെ പേരാണല്ലോ എന്ത്? പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. പൂർവ്വഘട്ടം പശ്ചിമ ബംഗാളിൽ കൂടി കടന്നു പോകുന്നു. പശ്ചിമ ബംഗാളിൽ തുടങ്ങുക, ഇപ്പൊ പശ്ചിമ ബംഗാളുണ്ട്, ദെൻ ഒഡീഷയിൽ ഉൾപ്പെടുന്നുണ്ട്, ദെൻ ആന്ധ്രാപ്രദേശിൽ ഉൾപ്പെടുന്നുണ്ട്, തെലങ്കാനയിൽ വരുന്നില്ല, ആന്ധ്രാപ്രദേശ് പിന്നെ തമിഴ്നാട്. ഇങ്ങനെ 4 സംസ്ഥാനങ്ങളിലാണ് പൂർവ്വഘട്ടമുള്ളത്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇത് വരച്ച് പഠിപ്പിച്ച ക്ലാസ് ഉണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിനകത്ത് നിങ്ങൾ ഈ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒരു ടോപ്പിക് ഉണ്ട്. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ പ്രധാനപ്പെട്ട 2 തീര സമതലങ്ങൾ, 2 ഘട്ടങ്ങൾ, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, പ്രധാനപ്പെട്ട തുറമുഖങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ക്ലാസ് ഒന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇത്തിരിയും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടി ഇത്രയും കണ്ടന്റ് കിട്ടണം. പശ്ചിമഘട്ടത്തിൽ ഏറ്റവും വലിയ ചുരം ഏതാണ്? അത് പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരത്തിന്റെ ഇനിയുള്ള സവിശേഷതകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട് പശ്ചിമഘട്ടത്തിൽ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണെന്ന് പറഞ്ഞല്ലോ. ഈ പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങളാണ് ഉള്ളത്? 16 ചുരങ്ങളാണ് ഉള്ളത്. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. പശ്ചിമഘട്ടത്തിൽ 16, പശ്ചിമഘട്ടം 16. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16 ചുരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതെന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ചുരമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പാലക്കാട് ചുരത്തിന്റെ വീതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. 30 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെയാണ്. 30 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെയാണ് പാലക്കാട് ചുരത്തിന്റെ വീതി എന്നറിയപ്പെടുന്നത്. പാലക്കാട് ചുരത്തിൽ കൂടി ഒഴുകുന്ന നദിയുടെ പേര് അത് ഭാരതപ്പുഴ എന്നും, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയുടെ പേര് NH 544. മറക്കല്ലേ, നാഷണൽ ഹൈവേ 544 ആണ് പാലക്കാട് ചുരത്തിൽ കൂടി കടന്നു പോകുന്ന ദേശീയപാത. അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ റിവൈസ് ചെയ്ത് വരണം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഈ പറഞ്ഞ പാലക്കാട് ചുരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 സവിശേഷതയുണ്ട്. ഒന്ന്, ഈ പറയുന്ന കേരളത്തിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട മൺസൂൺ ഉണ്ടല്ലോ. ഏതാ? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലെ ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ചുരമാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും വടക്കേ അറ്റം, ഏറ്റവും തെക്കേ അറ്റം എന്ന് പറഞ്ഞ് ഇങ്ങനെ സൂപ്പർലേറ്റീവ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ഏതെന്ന് ചോദിച്ചാൽ അത് ആലട്ടി ചുരമാണ്. ഈ ആലട്ടി ചുരം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരമായ ആലട്ടി ചുരം സ്ഥിതി ചെയ്യുന്ന എവിടെയാ? അത് കാസർഗോഡ് ജില്ലയിലാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം ഒന്ന് കമന്റ് ചെയ്യണേ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം ഏതെന്ന് ചോദിച്ചാൽ അത് അരുവാമൊഴി ചുരമാണ്.
അരുവാമൊഴി ചുരമാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം. ഒന്നും ഓർത്തു വെക്കുക. അടുത്തത് ആര്യങ്കാവ് എന്നറിയപ്പെടുന്ന ആര്യങ്കാവ് നമുക്കറിയാലോ. ആര്യങ്കാവ് ചുരത്തിൽ കൂടി കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? അത് NH 744. 4 പ്രധാനപ്പെട്ട ദേശീയപാതകളാണ് മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഒന്ന് പാലക്കാട് ചുരത്തിൽ കൂടി, ആര്യങ്കാവ് ചുരം പറഞ്ഞല്ലോ, ആര്യങ്കാവ് ചുരത്തിൽ കൂടി കടന്നു പോകുന്ന ദേശീയപാത NH 744 പാലക്കാട് ചുരത്തിൽ കൂടി കടന്നു പോകുന്ന ദേശീയപാത NH 544. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വയനാട് ചുരത്തിൽ കൂടി, വയനാട് ചുരത്തിന്റെ മറ്റൊരു പേരാണല്ലോ താമരശ്ശേരി ചുരം. വയനാട് ചുരം ആ പേരേ ഉള്ളൂ. വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കോഴിക്കോട് ജില്ലയിലാണ്. അപ്പൊ ഈ പറയുന്ന വയനാട് ചുരത്തിൽ കൂടി കടന്നു പോകുന്ന ദേശീയപാതയുടെ പേര് NH 766. NH 766 ആണ് വയനാട് ചുരത്തിൽ കൂടി കടന്നു പോകുന്ന ദേശീയപാത. ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടെ ഓർത്തു വെക്കണം. ബോഡി നായ്ക്കന്നൂർ ചുരം എന്ന് പറഞ്ഞ ചുരം ഉണ്ടല്ലോ. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 85 ആണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ NH 544 പഠിക്കണം, NH 766 പഠിക്കണം, NH 85 പഠിക്കണം, NH 744 പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ അവിടെ കുഴയരുത്. NH 544 എന്ന് പറഞ്ഞാൽ പാലക്കാട് ചുരത്തിൽ കൂടി കടന്നു പോകുന്നത്. NH 744 എന്തുവാ? അത് ആര്യങ്കാവ് ചുരത്തിൽ കൂടി കടന്നു പോകുന്ന ദേശീയപാതയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ദെൻ NH 44 നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH 44. പഴയ പേര് NH 7 എന്നൊക്കെയാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മാത്രം മതി. ദെൻ അടുത്തത് കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ചുരം പഠിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് റിവൈസ് ചെയ്ത് പോകണം. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം എന്ന് പറയുന്നത് പേരമ്പാടി ചുരമാണ്. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, 300+ പ്രസ്താവന ചോദ്യങ്ങളുള്ള ഇന്ത്യൻ ജോഗ്രഫിയുടെ അല്ല, കേരള ജോഗ്രഫിയുടെ ഓരോ ടോപ്പിക്കിനും ഓരോരോ PDF ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇപ്പൊ വർക്ക് ഡേയുടെ ഏകദേശം വർക്ക് ഡേ എത്ര ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്ലേലിസ്റ്റ് നിങ്ങൾ കയറി നോക്കിയാൽ മതി. എത്രത്തോളം ക്ലാസ്? ഏകദേശം 1045+, ഏകദേശം 50ഓളം ക്ലാസ് നമ്മൾ ഈ ഒരു സീരീസിനകത്ത് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എണ്ണം ഒന്നും പറയുന്നില്ല. ആദ്യത്തെ ഒരു 5 ദിവസം മാത്രമേ ഉള്ളൂ എണ്ണം. Day 1, Day 2, Day 3, Day 4, Day 5 എന്നും പറഞ്ഞ് എണ്ണി നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ തന്നത്. അതിനുശേഷം നിങ്ങളുടെ ഓരോരുത്തരും തന്ന കമന്റ്, നിങ്ങളെ ഓരോരുത്തരും തന്ന സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു കണ്ടീഷൻ വെക്കാതെ ഇപ്പോഴും ഈ പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ ദിവസം നാളെ ക്രിസ്മസ് ദിനമാണ്. ക്രിസ്മസ് ദിനത്തിൽ പോലും നമ്മൾ ഇതിനു വേണ്ടി എന്ത് ചെയ്യുന്നില്ല? റെസ്റ്റ് എടുക്കുന്നില്ല. ഇതിനു വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ എഫേർട്ട് എല്ലാം ഇടുന്നത്. കൃത്യമായി പരീക്ഷ എഴുതുക, കൃത്യമായി അറ്റൻഡ് ചെയ്യുക. നിങ്ങളെ പ്രതീക്ഷിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ മുന്നിൽ അല്ലെങ്കിൽ അവരോടൊപ്പം അടുത്ത ക്രിസ്മസ് ദിനം, അടുത്ത ഈ ലോകത്തെ ഏറ്റവും നല്ല ദിനമായി കരുതപ്പെടുന്ന ക്രിസ്മസ് ദിനത്തിൽ അടുത്ത വർഷം നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ കയറണം. അടുത്ത വർഷം നിങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നത്, അടുത്ത വർഷം ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത് എല്ലാം ആരുടെ അല്ലെങ്കിൽ ഏത് മനസ്സിലുണ്ടാകണം? നിങ്ങൾ സർക്കാർ ജീവനക്കാരനാണ് എന്നൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ കാണേണ്ടത്. അപ്പൊ അത് കാണണമെങ്കിൽ ഈ വർഷം, ഈ ക്രിസ്മസ് ദിനം, ഈ ന്യൂ ഇയർ ദിനം കഷ്ടപ്പെടുക, നല്ലതുപോലെ പഠിക്കുക. വരാൻ പോകുന്ന മത്സര പരീക്ഷ നിങ്ങളുടെ ആണെന്നേ. അപ്പൊ കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരത്തിന്റെ പേര് അത് പേരമ്പാടി ചുരം എന്നാണ്. ഈ പേരമ്പാടി ചുരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ ബന്ദിപ്പൂർ എന്നറിയപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതം ഉണ്ടല്ലോ. ഈ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഈ പറയുന്ന ഏതാണ്? ഈ പേരമ്പാടി ചുരമാണ്. വയനാട് ചുരം ഉണ്ടല്ലോ, വയനാട് ചുരം താമരശ്ശേരി ചുരം എന്നറിയപ്പെടുന്ന വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? അത് കോഴിക്കോട് ജില്ലയിലാണ്. ഈ വയനാട് ചുരവുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ പേരാണ് കരിന്തണ്ടൻ. അല്ലെങ്കിൽ താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലകൾ കോഴിക്കോടിനെയും വയനാടിനെയാണ്. ഈ പറയുന്ന താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി നേതാവിന്റെ പേര് കരിന്തണ്ടൻ എന്നാണ്. ദെൻ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. നാടുകാണി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നാടുകാണി എന്നറിയപ്പെടുന്ന ചുരം, ഈ നാടുകാണി ചുരം കേരളത്തിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വളരെ പ്രധാനപ്പെട്ടതാണ്. കേരള ജോഗ്രഫി പഠിക്കുമ്പോൾ ഇലവിഴാം പൂഞ്ചിറ എന്നറിയപ്പെടുന്ന സ്ഥലം പഠിക്കുന്നത് പോലെ തന്നെ അത് കോട്ടയം ജില്ലയിലാണ്. ഇതേപോലെ നാടുകാണി വ്യൂ പോയിന്റ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നാടുകാണി ചുരമുണ്ട്. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത് അത് മലപ്പുറം ജില്ലയിലാണ്. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ ഉത്തരം മലപ്പുറം ജില്ലയിലാണ്. ഇനി വേറെ ഒക്കെ പ്രധാനപ്പെട്ട ചുരങ്ങളുണ്ട്, ഒന്ന് വായിച്ചു വെച്ചേക്കുക. നമുക്ക് വേണ്ട ചോദ്യം ഇതാ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ഡെക്കാൻ പീഠഭൂമി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യൻ ജോഗ്രഫി എടുക്കുമ്പോൾ ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമിയാണല്ലോ ഡെക്കാൻ പീഠഭൂമി. അപ്പൊ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വയനാട് പീഠഭൂമി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല വയനാടാണല്ലോ. ഡെക്കാൻ പീഠഭൂമി എവിടെയാണ്?
ഈ പറയുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഡെക്കാൻ പീഠഭൂമി വടക്കൻ ഭാഗത്താണ്, വടക്കാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കേരളത്തിലെ ജില്ലയാണല്ലോ വയനാട്. അപ്പൊ നമുക്ക് വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതെന്ന് ചോദിച്ചാൽ അത് വയനാട് പീഠഭൂമിയാണ്. ഒത്തിരി പീഠഭൂമികൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? അത് വയനാട് പീഠഭൂമിയാണ്. അത് ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശം ഇടനാടാണ്. നമുക്കറിയാവുന്നതാണ്. വിള വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൃഷി സ്ഥലങ്ങൾ, ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇടനാട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും അധികം വിള വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി വിളകൾ കൃഷി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇടനാട് എന്നറിയപ്പെടുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു വസ്തുത, നമ്മൾ നേരത്തെ അതിന്റെ ഓരോ ശതമാനവും അതിന്റെ ഉയരവും കണക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. അപ്പൊ 7.5 മീറ്ററിൽ താഴെ വന്നാൽ അത് എന്തായി? തീരപ്രദേശമായി. 75 മീറ്ററിന് മുകളിൽ പോയാൽ അതെന്തായി? അത് മലനാടായി. അപ്പൊ ഇടനാടിനെ പറ്റിയുള്ള ബേസിക് ഫാക്ട് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അടുത്തത്, കേരളത്തിന്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, നമ്മൾ നടുഭാഗത്ത്, അതായത് മലനാട് ഏത് ഭാഗത്ത്? കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് മലനാടുണ്ട്, കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് തീരപ്രദേശമുണ്ട്. അപ്പൊ ഈ രണ്ട് ഭാഗത്തിന്റെയും ഇടയ്ക്കാണല്ലോ ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് മറക്കല്ലേ. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള എന്ന് വെച്ചാൽ തീരപ്രദേശം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. കണ്ണൂരിന്റെ ആദ്യകാല പേര് നൗറ എന്നാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണേ. കണ്ണൂരിന്റെ ആദ്യകാല പേര് നൗറ എന്നാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ജില്ല ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അത് കണ്ണൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ജില്ല ഏതാണ്? അതും ഉത്തരം ഏത് തന്നെ? ഈ പറഞ്ഞ കണ്ണൂരാണ്. കണ്ണൂരിന്റെ ആദ്യകാല പേര് മറക്കല്ലേ, നൗറയാണ്. കണ്ണൂർ നഗരസഭയുടെ പ്രത്യേകതയുണ്ട്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, തീരപ്രദേശത്തെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള താലൂക്ക് ഉണ്ട്. അത് ചേർത്തല താലൂക്കാണ്, ആലപ്പുഴ ജില്ലയിലാണ്. അതൊന്ന് ഓർത്തു വെക്കണം. തീരപ്രദേശം ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 1 ഇടുക്കി, 2 വയനാട്, 3 കോട്ടയം, 4 പാലക്കാട്, 5 പത്തനംതിട്ട. അങ്ങനെ 5, അതായത് മൊത്തം 14 ജില്ലയിൽ 5 ജില്ല ഒഴികെ ബാക്കിയുള്ളിടത്തെല്ലാം എന്തുണ്ട്? തീരപ്രദേശമുണ്ട്. അപ്പൊ ഇടുക്കിയിൽ തീരപ്രദേശമില്ല, വയനാട് തീരപ്രദേശമില്ല, കോട്ടയത്ത് തീരപ്രദേശമില്ല, പാലക്കാട് തീരപ്രദേശമില്ല, പത്തനംതിട്ടയിൽ തീരപ്രദേശമില്ല. അപ്പൊ ഒരു ചോദ്യം ചോദിക്കും, മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല കൂടിയാണ് ഏത്? കോട്ടയം എന്നറിയപ്പെടുന്നത്. അതൊക്കെ ഓർത്തു വെക്കുക. ഓരോ ജില്ലയ്ക്കും പ്രത്യേകതയുണ്ട്. പടയണിയുടെ നാടെന്നറിയപ്പെടുന്ന പത്തനംതിട്ട മുതൽ കേരളത്തിലെ ഇടുക്കി എന്ന സവിശേഷതയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ ഇടുക്കി വരെയുള്ള എല്ലാ ജില്ലയ്ക്കും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത്, കേരളത്തിലെ ഏക കന്റോൺമെന്റ്. നമുക്കറിയാം, കന്റോൺമെന്റ് എന്ന് പറഞ്ഞാൽ സൈനിക താവളങ്ങളെയാണ് കന്റോൺമെന്റ് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏക കന്റോൺമെന്റ് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ഓരോ ജില്ലയ്ക്കും ഓരോരോ സവിശേഷതകളുണ്ട്. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡാണ്. കേരളത്തിൽ ആദ്യമായിട്ട് പെൻ ഫ്രണ്ട് പദ്ധതി, കേരളത്തിൽ ആദ്യമായി പേനാ സൗഹൃദ പദ്ധതി നടപ്പിലാക്കിയ ജില്ല അത് കാസർഗോഡാണ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ പറയുന്ന കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡാണ്. ബ്യാരി ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡാണ്. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ് കേരളത്തിന്റെ സ്വന്തം നാട് എന്ന വിശേഷണമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷണമുള്ള സംസ്ഥാനം, കേരളത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷണമുള്ള സംസ്ഥാനം അത് കേരളമാണല്ലോ. അപ്പൊ അതിനകത്തെ സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയുടെ ആദ്യകാല പേര് ഹെർക്യുല എന്നാണ്. കാസർഗോഡ് ജില്ലയെ അറബികൾ വിശേഷിപ്പിച്ച പേര് ഹെർക്യുല എന്നാണ്. കേരളത്തിൽ ആദ്യമായിട്ട് പെൻ ഫ്രണ്ട്, ആ വാക്കൊന്ന് ഓർത്തു വെക്കണേ, പെൻ ഫ്രണ്ട് പദ്ധതി നടപ്പിലാക്കിയ ജില്ലയാണ് ഇത് കാസർഗോഡ്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത്, സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന ഒരു പ്രദേശത്തിന്റെ പേരാണ് കുട്ടനാട്. കൊട്ടനോറ എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? കുട്ടനാടാണ്. ഈ പറയുന്ന എല്ലാ കണ്ടന്റും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. പറഞ്ഞല്ലോ, ഏറ്റവും പ്രാധാന്യമുള്ള 300+ സ്റ്റേറ്റ്മെന്റ് ഉള്ള ഒരു PDF ഈ പറഞ്ഞ ടെലഗ്രാം കൂട്ടായ്മയിൽ ഈ ക്ലാസ്സിന് തൊട്ട് താഴെ PDF, അതിനും തൊട്ട് താഴെ പബ്ലിഷ് ചെയ്തപ്പോണ്ട് അത് കൃത്യമായി വായിച്ചാൽ നിങ്ങൾ എഴുതാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ, ഏത് പരീക്ഷ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അത്രയേറെ കോൺഫിഡൻസിന്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ള പ്രധാന കാരണം
വേറെ ഒന്നുമില്ല. ഇതേ നോട്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ LDC പരീക്ഷയിൽ ഉദ്യോഗാർത്ഥികൾക്ക് കൊടുത്തത്. ഇക്കഴിഞ്ഞ LGS പരീക്ഷയിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കളക്ട് ചെയ്ത് പഠിച്ചത് ഇതേ നോട്ടാണ്. അവർക്ക് ഈ പറയുന്ന മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾ മാത്രം എന്തിനാ മാറി നിൽക്കുന്നത്? നിങ്ങളും അത് എന്ത് ചെയ്യുക? ഡൗൺലോഡ് ചെയ്തെടുക്കുക, പഠിക്കുക. ദെൻ പ്രിന്റ് എടുക്കേണ്ടെന്ന് ആദ്യം മുതലേ ഞാൻ പറയുന്നു. പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ കണ്ടമാനം പൈസ ചെലവാകും. ദെൻ അതൊരു വേണമെങ്കിൽ DTP ആക്കി തരാം. അത്രയ്ക്കൊന്നും സമയമില്ലാത്തത് കൊണ്ട് തന്നെ PDF ഒന്ന് എടുക്കുക, എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിക്കുക, വായിച്ചിട്ട് പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസത്തിന്റെ പേര് ചാകര എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിലെ വടക്കേയറ്റം തെക്കേയറ്റം എന്നും പറഞ്ഞൊക്കെ സൂപ്പർലേറ്റീവ് പഠിക്കുമല്ലോ. കേരളത്തിലെ വടക്കേയറ്റത്തുള്ള പഞ്ചായത്തിന്റെ പേര് മഞ്ചേശ്വരം പഞ്ചായത്താണ്. മഞ്ചേശ്വരം കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള കോർപ്പറേഷന്റെ പേര് കണ്ണൂർ എന്നാണ്. കേരളത്തിൽ ആകെ 6 കോർപ്പറേഷൻ ഉണ്ട്. കേരളത്തിൽ ആദ്യ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് 2024 ഷാങ്ഹായ് അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ദേശീയ പക്ഷി, കേരളത്തിന്റെ ഔദ്യോഗിക ഫലം, കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം, പക്ഷി, പുഷ്പം, വൃക്ഷം എന്നിവ കറക്റ്റ് ഓർഡറിൽ തന്നെ ചോദിക്കാറുണ്ട്. ദെൻ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായ ചക്ക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്നാണെന്ന് ഉൾപ്പെടെ പരീക്ഷയ്ക്ക് ചോദിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ കേരളത്തിന്റെ ദേശീയ പക്ഷി, അവിടെ ഒരു ചോദ്യം ഇതാണ്, കേരളത്തിന്റെ ദേശീയ പക്ഷി എന്ന് അർത്ഥമാക്കുന്ന എന്തുവാ? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി കേരളത്തിന്റെ ദേശീയ പക്ഷി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ്. മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ ദേശീയ പക്ഷി എന്ന് ഓർത്തു വെക്കുക. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്കയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ ഔദ്യോഗിക മൃഗം ആന, ഔദ്യോഗിക പക്ഷി ചോദിച്ചാൽ വേഴാമ്പല്, ഔദ്യോഗിക പുഷ്പം ചോദിച്ചാൽ കണിക്കൊന്ന, കാഷ്യ ഫിസ്റ്റുല ഒക്കെ ഓർത്തു വെക്കണേ. തെങ്ങ്, ഔദ്യോഗിക മൃഗം ചോദിച്ചാൽ തെങ്ങ്, കോക്കസ്, ന്യൂസിഫർ, അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1956 നവംബർ 1 നിലവിൽ വന്നു. അപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ? സംസ്ഥാന ഭാഷകളുമായി ബന്ധപ്പെട്ട്, അതായത് ഓരോ ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി മാത്രമായി ഓരോരോ സംസ്ഥാനം വേണം. ഓരോ ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി മാത്രമായി ഓരോരോ സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓരോരോ വ്യക്തികൾ ഓരോരോ പുസ്തകങ്ങൾ അങ്ങ് എഴുതി. 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് EMS നമ്പൂതിരിപ്പാട. നൂതൻ ബംഗാൾ എന്ന പുസ്തകം എഴുതിയത് ബംഗാളി ഭാഷ സംസാരിക്കുന്നവർക്ക് ഒരു സംസ്ഥാനം വേണം. അങ്ങനെ നൂതൻ ബംഗാൾ എന്ന പുസ്തകം എഴുതിയത് ഭവാനി സെൻ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാ. വിശാല ആന്ധ്ര എന്നറിയപ്പെടുന്ന പുസ്തകമുണ്ട്. വിശാല ആന്ധ്ര എന്ന പുസ്തകം എഴുതിയത് P. സുന്ദര അയ്യാണ്. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ പഠിക്കാനുണ്ട്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1 പഠിക്കുന്ന അതേ സമയത്ത് തിരുക്കൊച്ചി സംയോജനം നിലവിൽ വന്നത് 1949 ജൂലൈ 1 എന്ന കാര്യം വളരെ വ്യക്തമായി പഠിക്കണം. തിരുക്കൊച്ചി സംയോജനത്തിന്റെ വർഷം 1949 ജൂലൈ 1. ഇത് നമുക്ക് വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലകളുമായി ബന്ധപ്പെട്ട് വിശേഷണങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല അത് ഇടുക്കി ജില്ലയാണ്. അപ്പൊ ജില്ലകളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് മാത്രമല്ല, ഞാൻ ആവർത്തിച്ച് പറയുന്നു, 300+ കണ്ടന്റ് ഉള്ള PDF നോട്ട് വായിക്കണേ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ് സമ്മതിച്ചു. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല പാലക്കാടാണ് വലിപ്പത്തിൽ. ദെൻ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ധർമ്മടം എന്നറിയപ്പെടുന്ന നിയമസഭാ മണ്ഡലം കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ധർമ്മടത്തിന് പ്രത്യേകതയുണ്ട്. ധർമ്മടം നിയമസഭാ മണ്ഡലം കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പിണറായി വിജയന്റെ മണ്ഡലത്തിന്റെ പേരാണല്ലോ ധർമ്മടം. അപ്പൊ ധർമ്മടം നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. കണ്ണൂരിന്റെ ആദ്യകാല പേര് നൗറ എന്നാണെന്ന് ഓർത്തു വെക്കണം. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണെന്ന് ചോദിച്ചാൽ അത് തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണെന്ന് ഓർത്തു വെക്കണം. ദെൻ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140 അപ്പം കേരളത്തിൽ ഓരോ നിയമസഭാ മണ്ഡലങ്ങളുടെയും സവിശേഷതകളുണ്ട്. അതിൽ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ 140. കേരളത്തിൽ ആകെ ജില്ലകളുടെ എണ്ണം 14. അതിനുകൂടെ 0 കൂടെ ചേർത്ത് വെച്ചാൽ മതിയല്ലോ. 140 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ലോക്സഭാ മണ്ഡലങ്ങൾ 20 നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. എത്ര രാജ്യസഭാ സീറ്റുകളുണ്ടെന്ന് അറിയാം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. നിലവിൽ കേരളത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ 6 കോർപ്പറേഷനുകളാണ് ഉള്ളത്. ഗ്രാമപഞ്ചായത്തുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ 941 ഗ്രാമപഞ്ചായത്തുണ്ട്. എത്ര താലൂക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ 78 താലൂക്കാണ് ഉള്ളത്. നേരത്തെ 77 താലൂക്കേ ഉള്ളായിരുന്നു. ഇപ്പം നിലവിൽ എത്ര താലൂക്കുണ്ട്?
+1, അതായത് ഏറ്റവും അവസാനമായിട്ട് ട്രൈബൽ താലൂക്ക് സ്ഥാപിതമായി. അട്ടപ്പാടി ട്രൈബൽ താലൂക്ക്, കേരളത്തിലെ ആദ്യത്തെ ആദിവാസി താലൂക്ക് അല്ലെങ്കിൽ ട്രൈബൽ താലൂക്കിന്റെ പേര് അട്ടപ്പാടി എന്നാണ്. ഈ അട്ടപ്പാടി കൂടെ ഒഴുകുന്ന നദിയുടെ പേര് ശിരുവാണിപ്പുഴ എന്നാണ്. അത് ഓർത്തു വെക്കണം. അട്ടപ്പാടി പുനവൽക്കരണത്തിന്റെ ഭാഗമായി പുനർജനിച്ച നദി ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കൊടങ്ങരപ്പള്ളമാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. ദെൻ കേരളത്തിലെ ലോക്സഭാ സീറ്റുകൾ, ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20 ലോക്സഭാ മണ്ഡലം. അതിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ആര് ലോക്സഭാംഗമായി? പ്രിയങ്ക ഗാന്ധി ലോക്സഭാംഗമായി. അപ്പൊ കേരളത്തിലെ 18 ലോക്സഭയിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്കും ഏറ്റവും താഴ്ന്ന, ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ആറ്റിങ്ങൽ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന അടൂർ പ്രകാശിനുമാണ്. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 അതൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് പിടിച്ചു വെച്ചേക്കണം. അടുത്തത് ഡോക്ടർ PM മുബാറക് പാഷ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. ദെൻ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയാണ്. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം ഇവിടെ തന്നെ തൃശ്ശൂരിലാണ്. കേരള ആരോഗ്യ സർവകലാശാല നിലവിൽ വന്നത് 2010 നിലവിൽ വന്നെന്ന് ഓർത്തു വെക്കണം. അടുത്തത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നാൽ ഉറപ്പായി സ്കിപ്പ് ചെയ്യരുത്. 1996 മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന PN പണിക്കരുമായി ബന്ധപ്പെട്ടതാണ് വായനാ ദിനം. അതൊന്ന് ഓർത്തു വെക്കണം. ദെൻ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല ചോദിച്ചാൽ അത് മലപ്പുറമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ക്യൂഫീൽഡ് ആപ്പിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഇലക്ഷൻ, അതായത് ഇലക്ഷൻ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല മലപ്പുറമാണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമം ചോദിച്ചാൽ അത് ഉളിയാഴ്ത്തുറയാണ്. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമം ഏതാ? അത് ഉളിയാഴ്ത്തുറ എന്നാണ്. ഇത് കേരള PSയുടെ ആൻസർ കീ പ്രകാരമുള്ള കണ്ടന്റ് ആണ്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല ചോദിച്ചാൽ അത് ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്, അതാണ് ഞാൻ പറയാൻ വിട്ടുപോയത്, ഈ പറഞ്ഞ ക്യൂഫീൽഡ് ആപ്പിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അതിനുത്തരം മലപ്പുറമാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷാനുപാതം കൂടുതലുള്ള ജില്ല അത് കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ അത് കുമളിയാണ്. കുമളി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല അത് എറണാകുളം ജില്ലയാണ്. ഇതേ സെയിം ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി ഉള്ള ജില്ലയെന്ന് ചോദിച്ചാലും ഉത്തരം ഏത് തന്നെ? എറണാകുളം തന്നെ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഉണ്ട്, അത് ഏറനാട് താലൂക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് താലൂക്കും കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ താലൂക്കുമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് താലൂക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ചിങ്ങം 1 ഓർക്കണം. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴ. ഈ ആലപ്പുഴയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉറപ്പായും കാണും. കേരളത്തിലെ ജില്ലകളെ പറ്റി വിശേഷണം പറയുമ്പം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴ ജില്ലയ്ക്ക് അറിയപ്പെടുന്ന പേരാണ് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? അത് ലക്കിടിയാണ്. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്. കേരളത്തിലെ പക്ഷി ഗ്രാമം. അപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി പക്ഷി അറ്റ്ലസ് അല്ലെങ്കിൽ ബേർഡ് അറ്റ്ലസ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം കേരളമാണ്. കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം അത് നൂറനാടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പമായ ജഡായു സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പത്തിന്റെ പേര് ജഡായു. അത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ചടയമംഗലത്താണ്. ദെൻ ഊർജയാനം എന്ന പദ്ധതി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഊർജയാനം എന്നറിയപ്പെടുന്ന പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിൽ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് പീലിക്കോടാണ്. ഈ പീലിക്കോട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്ന അറിയോ? സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലാണ്. ദെൻ പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ അത് ഇരവിപേരൂർ പഞ്ചായത്താണ്. ഇരവിപേരൂർ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. നമ്മൾ നവോത്ഥാന നായകനായ പൊയ്യൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് പോയിന്റ് പഠിക്കുമ്പം 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നറിയപ്പെടുന്ന PRDS സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ
അത് പൊയ്കൽ യോഹന്നാനാണ്. പൊയ്കൽ യോഹന്നാന്റെ ജന്മസ്ഥലം, സമാധി, പ്രതിമ എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് ഇരവിപേരൂരാണ്, പത്തനംതിട്ട ജില്ലയിലാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ ഇന്ത്യയിൽ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല അത് വയനാടാണ്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്തിന്റെ പേര് ഇടമലക്കുടി എന്നാണ്. അത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ടിക്ക് ചെയ്ത് പഠിക്കണം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുള്ള ജില്ല വയനാട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അടുത്തത് കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്തായ നൂൽപ്പുഴ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യമായത് കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്തിന്റെ പേര് എന്താണ്? നൂൽപ്പുഴ എന്നാണ്. ആ നൂൽപ്പുഴ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള 11 നദികളുണ്ട് എന്ന് ഓർത്തു വെക്കുക. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 എഴുതി വെച്ചോ. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ നിങ്ങൾ വായിച്ച നദികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കാണും, കായലുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കാണും. ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു പോണേ. ദെൻ കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ചോദിച്ചാൽ അത് മൂന്നെണ്ണമാണ്: കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിന്റെ ജീവരേഖ, കേരളത്തിന്റെ ഏറ്റവും നീളം കൂടിയ നദി ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നൊക്കെ വിളിക്കുന്നത് എന്തിനെയാണ്? പെരിയാറിനെയാണ്. അപ്പൊ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നു, ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്നത് എല്ലാം എന്താണ്? അത് പെരിയാറാണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി ചോദിച്ചാലും പെരിയാറാണ്. ദെൻ പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയുടെ പേരാണ് ഭാരതപ്പുഴ. പാലക്കാട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പാലക്കാട് ചുരവുമായി ബന്ധപ്പെട്ട് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമായ 16 ചുരങ്ങളിൽ ഏറ്റവും വലുതായ പാലക്കാട് ചുരത്തിൽ കൂടി ഒഴുകുന്ന നദി ഭാരതപ്പുഴയാണ്. ഇനി മാമാങ്കം എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ സംഭവമുണ്ടല്ലോ, മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണേ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഭാരതപ്പുഴയെ വെള്ളിയങ്കാട്ട് കായലുമായിട്ട് ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാലാണ്. ഈ പൊന്നാനി കനാൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. പൊന്നാനി താലൂക്കിന് ഒരു പ്രത്യേകത ഉണ്ട്, എന്തോന്നറിയാവോ? കേരളത്തിൽ ആദ്യമായി ജനഹിത പരിശോധന നടത്തിയ ക്ഷേത്ര സമരമായ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ജനഹിത പരിശോധന നടത്തിയ താലൂക്ക് പൊന്നാനി താലൂക്കാണ്. ഇത് പൊന്നാനി കനാൽ, ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാലാണ്. ദെൻ പാത്രക്കടവ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കുന്തിപ്പുഴയിലാണ്. അപ്പൊ പാത്രക്കടവ് വെള്ളച്ചാട്ടം കുന്തിപ്പുഴയുടെ ഭാഗമാണെന്ന് ഓർത്തു വെക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഈ പറയുന്ന വരുന്ന ശനിയാഴ്ച പരീക്ഷ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ റിവൈസ് ചെയ്ത് പോകുന്നത്. ഇനി അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള വർക്കൗട്ട് ബാച്ചിനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഡിസ്കസ് ചെയ്യും. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് റിവിഷൻ ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നത് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പാത്രക്കടവ് വെള്ളച്ചാട്ടം കുന്തിപ്പുഴയുടെ ഭാഗമാണ്. ദെൻ പമ്പാ നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? അത് വേമ്പനാട് കായലിലാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അത് പമ്പയാണ്. ഇനി പുണ്യ നദിയായ മീനച്ചിലാറിനെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഗൗഡനാടി, മറക്കല്ലേ, ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പുണ്യ നദിയുടെ പേര് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അത് മീനച്ചിലാറാണ്. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് കരുതപ്പെടുന്ന നദിയുടെ പേരാണ് മീനച്ചിലാർ. അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ കൊടുങ്ങരപ്പള്ളം, നേരത്തെ പറഞ്ഞു അട്ടപ്പാടി പുനവൽക്കരണത്തിന്റെ ഭാഗമായി പുനർജനിച്ച നദിയുടെ പേരെന്താണ്? അത് കൊടുങ്ങരപ്പള്ളം എന്നാണ്. കൊടുങ്ങരപ്പള്ളം പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കണേ. കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന ഒരു നദിയാണ് കബനി. അപ്പൊ വേറെ 3 നദികളുണ്ട്. ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ. ഈ 3 നദികളെ കൂടി ഒന്ന് ഓർത്തു വെക്കുക. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതെന്ന് ചോദിച്ചാൽ അത് പാമ്പാറാണ്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദിയായ ഭവാനി കാവേരി നദിയുടെ പോഷക നദിയാണ്. കബനി, പാമ്പാർ, ഭവാനി എന്നീ നദികൾ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും കണ്ടന്റ് റിവിഷൻ മോഡൽ പറഞ്ഞതാണ്. ഇനി പറഞ്ഞല്ലോ ഇതിന്റെ ഒരു പോർഷനേ ആയുള്ളൂ. ഇനി വരാൻ പോകുന്ന പ്രിലിമിനറി പരീക്ഷയിൽ ഗുണകരമാകുന്ന പാർട്ട് 2ഉം പാർട്ട് 3 എല്ലാം പബ്ലിഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് കണ്ടു, ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഇതിന്റെ പരീക്ഷ അറ്റൻഡ് ചെയ്യണം. അത് പോൾ എക്സാം വർക്കൗട്ട് ആയിട്ടാണ്. അതിനുശേഷം ഇതിന്റെ നോട്ട്സ് നിങ്ങൾ കൃത്യമായി വായിക്കണം. അതിനോടൊപ്പം തന്നെ
300+ സ്റ്റേറ്റ്മെന്റ് ചോദ്യമുള്ള PDF നോട്ട് നിങ്ങൾ ഡൗൺലോഡ് എടുക്കണം. എന്നിട്ട് അത് വായിക്കണം. വായിച്ചിട്ട് നോട്ട്സ് എഴുതി വായിക്കണം, നോട്ട്സ് എഴുതി പഠിക്കണം. ഓക്കെ, വരാൻ പോകുന്ന മത്സര പരീക്ഷയിൽ 100% ഞാൻ ഉറപ്പ് തരുന്നു, ഈ തരുന്ന PDF-ൽ നിന്ന് ചോദ്യം വരും. ഇത് ചുമ്മാതെ പറഞ്ഞു പോവുകയല്ല. പറഞ്ഞല്ലോ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ കയ്യിൽ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലോ അങ്ങനെ ഒന്നുമല്ല ഈ ഒരു കോൺഫിഡൻസ് ലെവലിൽ പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ പഠിക്കണം, ഉറപ്പായിട്ടും ഗുണകരമാകും. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നിങ്ങളുടെ മത്സര പരീക്ഷയുടെ അന്നേ ദിവസം വരെ, അതായത് നിങ്ങളുടെ മത്സര പരീക്ഷ എന്നാണോ അതുവരെ ഉള്ള ഒരു വർക്കൗട്ട് ചലഞ്ച് പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും ഇനിയില്ല. ഇനി എല്ലാ ദിവസവും വർക്കൗട്ട് ചലഞ്ച് പോലെ, മോർണിംഗ് ക്ലാസ് സെക്ഷൻ പോലെ, ഏകദേശം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത് ഒരു രാവിലെ വെളുപ്പിന് ഒരു 5 മണി മുതൽ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ പോലെ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. വരുന്ന കേറ്ററ്റ് പരീക്ഷയ്ക്ക് റിവിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. വരാൻ പോകുന്ന ഈ പറഞ്ഞ 10th ലെവൽ ആയിക്കോട്ടെ, സെക്രട്ടറി പറയുന്ന കമന്റുകളിലെല്ലാം നമ്മൾ മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ടല്ല, മറിച്ച് സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഈ കണ്ടന്റ് ചെയ്യണം, ക്ലാസ് കണ്ടക്ട് ചെയ്യണം, ദെൻ അതിന്റെ റിലേറ്റഡ് PDF, അതിന്റെ പരീക്ഷയൊക്കെ ചെയ്യാൻ ഒത്തിരി സമയം ആവശ്യമായതുകൊണ്ടാണ്. അത്രയും എഫർട്ട് ഇടുന്നത് കൊണ്ടാണ് ചില ആളുകളൊക്കെ ചിലപ്പോൾ ഈ പറയുന്ന വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യുമ്പം റിപ്ലൈ ഇടാൻ ലേറ്റ് ആവുന്നത് വേറൊന്നും കൊണ്ടല്ല, സമയം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പൊ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഈ പറയുന്ന ക്ലാസ് സീരീസ്, ഈ പറഞ്ഞ പ്രവചന നോട്ടുകൾ, ഈ പറഞ്ഞ പ്രവചന ചോദ്യങ്ങളെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.